ഏറ്റവും പ്രിയപ്പെട്ട ദിലീപേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്രിയേറ്റേഴ്സിനെയാണ് ഞങ്ങളിവിടെ ഇതാ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. ഓഡിയോ CD റിലീസ് ഫംഗ്ഷൻ ഞങ്ങളിവിടെ ഇതാ ആരംഭിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഭദ്രദീപം തെളിയിച്ചാണ് ഞങ്ങളിവിടെ ഇതാ ആരംഭിക്കുന്നത്. ഞങ്ങളുടെ ഓഡിയോ CD റിലീസ് ചടങ്ങുകൾ ആരംഭിക്കുകയായി. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് ഈസ്റ്റ് കോസ്റ്റിന്റെ ബാനറിൽ നിന്നും ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD പ്രകാശനം നമ്മളിവിടെ ആരംഭിക്കുകയാണ്. സർ ഭദ്രദീപം തെളിയിച്ചൊപ്പം തന്നെ ഭദ്രദീപം തെളിയിച്ചാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ബാക്കിയുള്ള താരങ്ങളെ ചെയ്ത വിജയൻ സാറാണ് ആദ്യത്തെ തിരി തെളിയിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇതാ തുടങ്ങുന്നത്. ഞങ്ങളുടെ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറാണ് ആദ്യത്തെ തിരി തെളിയിക്കാനായിട്ട് ഞങ്ങൾ മുന്നോട്ട് ക്ഷണിക്കുന്നു. ധ്യാൻ ശ്രീനിവാസൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, രഞ്ജിൻ രാജ്, ഹരിനാരായൺ സർ, ഒപ്പം തന്നെ സന്തോഷ് വർമ്മ സർ, ആൻഡ് അനില രാജീവ്. ഞങ്ങളുടെ 2 ഗാനങ്ങൾ ആലപിച്ച അനില രാജീവ്. ഞങ്ങളുടെ പാട്ടിന്റെ ക്രിയേറ്റേഴ്സിനെയാണ് ഇവിടെ വിളിച്ചിട്ടുള്ളത്. ഈ സിനിമയിലെ തന്നെ ഒരു ഗാനം ധ്യാൻ ശ്രീനിവാസനും വിഷ്ണുവും കൂടെ ചേർന്ന് പാടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഗാനങ്ങൾ നമുക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തന്നിരിക്കുന്നത് രഞ്ജിൻ രാജ് ആണ്. ഞങ്ങൾക്ക് 2 ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത് ഹരിനാരായണനാണ്. ബാക്കി 2 ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് സന്തോഷ് വർമ്മ സാറാണ്. ഇനി ബാക്കി എല്ലാവരെയും CD റിലീസിലേക്ക് വേണ്ടി ഞങ്ങളുടെ ബാക്കിയുള്ള ഗസ്റ്റ് ലിസ്റ്റ് സുജിത് സാറിനെ ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. സുജിത് സാറും ഒപ്പം തന്നെ ഞങ്ങളുടെ അംപ്ലി, സരയു, ബാക്കിയുള്ള ഞങ്ങളുടെ ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചെത്തിയ അംപ്ലി, സരയു, മേജർ രവി സർ, മാനസി രാധാകൃഷ്ണൻ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഗസ്റ്റുകളാണ്. ഓഡിയോ CD റിലീസിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ ഒരുങ്ങുന്നത്. ഓഡിയോ CD ഹാൻഡ് ഓവർ ചെയ്യുന്നത് ദിലീപേട്ടനാണ്. ചെയ്തായിരുന്നു സർ. ഏറ്റുവാങ്ങുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ തന്നെയാണ്. സോ ദിലീപേട്ടന് നൽകാനായിട്ടും ഏറ്റുവാങ്ങാനായിട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെ മുന്നോട്ട് ഞങ്ങൾ ഒന്ന് ക്ഷണിക്കുകയാണ്. ദിലീപേട്ടനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. ഹാൻഡ് ഓവർ ചെയ്യാനായി ഏറ്റുവാങ്ങുന്നത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാർ ആണ്. ഞങ്ങളുടെ ഭീഷ്മറിന്റെ ഓഡിയോ CD ആണ് ഇവിടെ ഇതാ നൽകാനായിട്ട് ഒരുങ്ങുന്നത്. ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ശ്രീ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്യുന്ന ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD ഞങ്ങൾ ഇവിടെ ഇതാ റിലീസ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ദിലീപേട്ടനാണ് ഓഡിയോ CD ഞങ്ങളുടെ ഇന്നിവിടെ വിജയൻ സാറിന് കൈമാറുന്നത്. ദിലീപേട്ടനാണ് ഞങ്ങളുടെ CD ഇവിടെ ഇതാ വിജയൻ സാറിന് കൈമാറുന്നത്. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് മലയാളത്തിന് ലഭിക്കാൻ പോകുന്ന മ്യൂസിക്കൽ റൊമാൻറ്റിക് ഫാമിലി ഫൺ ഫിൽഡ് ത്രില്ലർ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഓഡിയോ CD നമ്മളിവിടെ ഇതാ പ്രകാശനം നിർവഹിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ CD ഇവിടെ കൈമാറി കഴിഞ്ഞു. എല്ലാ ഗസ്റ്റുകൾക്കും നന്ദി അറിയിക്കുന്നു. ദിലീപേട്ടനും വിജയൻ സാറും സ്റ്റേജിൽ ഒന്ന് നിൽക്കണമെന്ന താഴ്മയെ അപേക്ഷിക്കുകയാണ്. ബാക്കി എല്ലാ ഗസ്റ്റുകളോടും സീറ്റഡ് ആകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. വിജയൻ സാർ. ഈ മൈ ബോസിൻ്റെ സമയം തൊട്ട് എന്തിലും ഏതിലും എന്നോടൊപ്പമുള്ള
പ്രിയപ്പെട്ട ദിലീപിനോട് ഈ ഒരു ചടങ്ങിലേക്ക് മുഖ്യാതിഥിയായി വരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മറ്റൊന്നും ചിന്തിക്കാതെ അപ്പം തന്നെ അത് എഗ്രി ചെയ്യുകയും അങ്ങനെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ശ്രീ ദിലീപ് എൻ്റെ മറ്റ് മുഖ്യാതിഥികളെ ഈ സിനിമയിൽ ഭീഷ്മർ എന്ന് പറയുന്ന ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സഹപ്രവർത്തകരെ മറ്റ് സഹൃദയ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ അഖിൽ കവലയൂർ, വിനീത് തട്ടിൽ, ജിമിൻ ഗോപിനാഥ്, ഷാജു ശ്രീധർ, സോഹൻ സിനുലാൽ, ഷൈനി വിജയൻ, മാർത്താണ്ഡൻ, ശിവ് ദാമോദർ, ഡോക്ടർ ശ്രീലക്ഷ്മി, ഡോക്ടർ നിതിൻ, മാസ്റ്റർ ഹാത്തം, മാസ്റ്റർ നവനീത്, ബേബി ഷിയാൽ നിയ, ബിനോയ് നമ്പാല, ഹരികൃഷ്ണൻ, മുരുകേശൻ, ജിതിൻ ബാബു, ഞങ്ങളുടെ ആർട്ടിസ്റ്റ് ലിസ്റ്റ് എല്ലാവരോടും വേദിയിലെത്താനായിട്ട് ഞാൻ കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇനി ഞങ്ങളുടെ മെയിൻ ടെക്നിക്കൽ ടീമിനെയാണ് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ കഥ നിർവഹിച്ചിരിക്കുന്നത് അൻസാജ് ഗോപിയാണ്. ഞങ്ങളുടെ DOP രതീഷ് റാം, ഞങ്ങളുടെ മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് ബീൻ ഡൺ ബൈ രഞ്ജിൻ രാജ്, ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ഇസ് ബോബൻ, ഞങ്ങളുടെ മേക്കപ്പ് സെഷൻ ഇസ് ബീൻ ഹാൻഡിൽഡ് ബൈ സലാം അരുകുട്ടി, ഞങ്ങളുടെ ഡിസൈൻസ് ആർ ബീൻ ഡൺ ബൈ മാമി ജോ, ഞങ്ങളുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഇസ് ബീൻ ക്യാരിഡ് ബൈ അജി മസ്കറ്റ്, ഞങ്ങളുടെ ബാക്കിയുള്ള എഡിറ്റർ ജോൺ കുട്ടി, ഞങ്ങളുടെ ആറ്റോം സൗണ്ട് മിക്സിംഗ് വിഷ്ണു സുജാതൻ, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സജിത് കൃഷ്ണൻ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് പെരുമ്പാവൂർ, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുഭാഷ് ഇളമ്പൽ, ഞങ്ങളുടെ VFX സെക്ഷൻ കൈകാര്യം ചെയ്ത നിതിൻ റാം നെടുവത്തൂർ, കളറിസ്റ്റ് ലിജു പ്രഭാകർ, ഞങ്ങളുടെ PRO പ്രതീഷ് ശേഖർ, ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ രഞ്ജിൻ രാജ്, ഞങ്ങളുടെ ലിറിസിസ്റ്റ് ഹരിനാരായണൻ BK, സന്തോഷ് വർമ്മ, OM കരുവരക്കുണ്ടു, കൂടാതെ ഞങ്ങളുടെ ശ്ലോകം ട്രഡീഷണലും ഈ ഒരു ചിത്രത്തിലുണ്ട്. ബാക്കി ഞങ്ങളുടെ സിംഗേഴ്സ് കൂടിയായ അനില രാജീവ്, ധാന എന്നിവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ടീമാണ് വേദിയിലെത്തുന്ന സീറ്റ്സ് ഞങ്ങൾ ഇവിടെ ഇതാ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഐ കൈൻഡ്ലി റിക്വസ്റ്റ് എവരിവൺ ടു ഗെറ്റ് സീറ്റഡ് ബാക്ക്. ഞങ്ങളുടെ വിഷ്ണുവും ധ്യാനുമാണ് വേദിയിൽ റീറ്റെയിൻ ചെയ്യേണ്ടത്. ഞങ്ങളുടെ വിഷ്ണുവും ധ്യാനുമാണ് വേദിയിലുള്ളത്. സോ ഞങ്ങളുടെ ഭീഷ്മർ ചിത്രത്തിന്റെ ഞങ്ങളുടെ മെയിൻ ഹീറോ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത വിഷ്ണു ആൻഡ് ധ്യാൻ ശ്രീനിവാസൻ നല്ലൊരു കൈഡി നൽകിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ ഭീഷ്മർ എന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇതാ വെയിറ്റ് ചെയ്യാണ്. ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് യു ധ്യാൻ ശ്രീനിവാസൻ. വാട്ട് ഡു യു ഹാവ് ടു സേ സർ? ഹലോ, നായകനാവുന്ന നമസ്കാരം. ഏതാ വിശ്വനായകനാവുന്ന ഈ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്യാൻ സാധിച്ചിട്ട് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ അറിയിക്കുന്നു. സോറി, വിഷ്ണു ഉള്ളിലാതെ വന്നിരിക്കുന്ന ഈ സിനിമയിൽ ഒരു ചെറിയ ഭാഗമാവാൻ കഴിയുന്നതിൽ ആദ്യം തന്നെ ഉള്ള സന്തോഷം. കാരണം നായകനാണല്ലോ മെയിൻ. സംസാരിക്കുക നമ്മൾ പ്രിൻസിലൊക്കെ സംസാരിച്ചപ്പോൾ മെയിൻ ഞാനായിരുന്നല്ലോ, ഒറ്റ ദിവസം മെയിനാണ് സംസാരിക്കുക. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സ്കൂൾ കാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു 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 മാഷുണ്ടാവും. ഈ മാഷ് ആദ്യമൊക്കെ നമുക്ക് മാഷിനെ എടുത്തു പോകുമ്പോൾ ഒരു ടെൻഷനായിരിക്കും. കാരണം മാഷ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ മാഷിനെ അടുക്കും തോറുമാണ് നമ്മൾ മനസ്സിലാക്കുക ഇദ്ദേഹം ഏതാ അതേ മാഷിനെ കുറിച്ച്. അപ്പോ നമ്മള് അടുക്കും തോറും മാഷിന്റെ ഉള്ളിലുള്ള സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഷ്. കാരണം ഒരു സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്കൂൾ കാലഘട്ടത്തിലുള്ള കുറെ, കാരണം എപ്പോഴും സ്കൂൾ സമയത്ത് നമ്മളെങ്ങനെ വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ച് നടക്കും,
കാരണം നമ്മൾ ലിറ്ററലി കളിച്ച് നടക്കുകയായിരുന്നു. കളിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നീക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും, വാ വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട്. മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഈ ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന്, വിജയൻ അങ്കിളിന് നന്ദി ഈ സിനിമയുടെ ഭാഗമാകാൻ ഞങ്ങളെ ക്ഷണിച്ചതിനും. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയാനില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ച് കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയൻ അങ്കിൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെയൊക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് നടന്മാരുള്ള ഒരു സിനിമ, ഒരു വലിയ സിനിമയാണ്. ആ രസങ്ങളൊക്കെ എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഹ്യൂമറുള്ള അല്ലെങ്കിൽ നല്ല രസമായിട്ടുള്ള കുറേ ഇൻസിഡൻസ് ഉള്ള ഒരു കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണിത്. അതിൽ ഇന്നത്തെ ദിവസം രഞ്ജിന്റെ ദിവസമാണ്. അപ്പോൾ മ്യൂസിക് ലോഞ്ച് എന്ന് പറയുമ്പോൾ രഞ്ജിൻ ഏറ്റവും റിസ്ക് എടുക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. കാരണം എൻ്റെ രഞ്ജിൻ 2 സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമ കുഞ്ഞമണീസ് ഹോസ്പിറ്റലിൽ രഞ്ജിൻ എന്നെ ഒരു പാട്ട് പാടിപ്പിച്ചു. ഈ സിനിമയിലും ഞാനും വിഷ്ണുവും ചേർന്ന് പാടുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ വിഷ്ണു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിഷ്ണുവാണ് ആദ്യം രാവിലെ വന്ന് പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ വിഷ്ണുവിന്റെ പാട്ട് കേട്ടിട്ട് ഞാൻ എന്തിനാണ് ഇവൻ ഇങ്ങനെ പാടുന്നത്, എന്തും ഓവറായിട്ടാണ് ഇവൻ ഈ പാടുന്നത്, ഇവന് ഞാൻ ഒറ്റയ്ക്ക് പാടിയ പോരായിരുന്നു ഈ പാട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എന്നെ പാടാൻ വിളിക്കുന്നു. അങ്ങനെ ഞാൻ പാടുന്ന സമയത്ത് എനിക്കിപ്പോൾ എല്ലാം കറക്റ്റായി തോന്നുന്നു, ഞാൻ പാടിയാൽ മതി. ആ സമയത്ത് വിഷ്ണു മാറി നിന്നിട്ട് ഞാൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് പാട്ട് പാടുന്നതിന്റെ ഒരു വീഡിയോ വിഷ്ണു ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് എന്റെ ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതൊന്ന് കണ്ടു നോക്കൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എനിക്ക് കാണിച്ചു തന്നു. അതാണ് ഞാനിപ്പോ അലാറമായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം വിഷ്ണു എത്രയോ വലിയ സിംഗറാണെന്നുള്ളത് ഞാൻ അവിടെ തിരിച്ചറിയുകയും അപ്പൊ ഞാൻ മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ രഞ്ജിന്റെ കയ്യിൽ എന്തോ പ്രോഗ്രാമിങ്ങിന് ഓട്ടോട്യൂൺ എന്താ അതിന്റെ പേരെന്താണ്, എന്തോ ഒരു ടെക്നോളജി ഉണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ ഇത്രയും മോശമായിട്ടില്ല, മോശം തന്നെ ഉദ്ദേശിച്ചാണ് ആൾക്കാർ വരെ പാട്ട് വരെ ഞങ്ങൾ ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യില്ല, ഞങ്ങൾ പാടിയ പാട്ട് ഉണ്ടല്ലോ. അപ്പൊ അങ്കിള് പറഞ്ഞത് മനോഹരമായി പാടിയെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പക്ഷെ ഏതാ അത് പഠിക്കൂ സമയം എല്ലാരും പോയിട്ട് വേണം പാടാം, ഇവിടെ പാടിക്കോ. അങ്ങനെ ഒരു പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ ആദ്യം തന്നെ, എവിടെയാണ് രഞ്ജിൻ കാണാനായിട്ട് പോയോ? രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 20-നാണ് തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, ഒരു കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. ഇത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട്
അദ്ദേഹത്തിന്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ധ്യാൻ ചേട്ടൻ ഫസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ ഒന്ന് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി തരാം, കഴിയുമ്പോഴത്തേക്ക് അയക്കാം അതൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയണത്. പിന്നെ തുടങ്ങണതിന് തൊട്ട് മുമ്പ് തന്നുട്ടാ, ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പിയായി. അപ്പോൾ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനും സ്ക്രിപ്റ്റ് ഞാൻ അയക്കാമെന്ന് സാറ് പറഞ്ഞപ്പോൾ, സ്ക്രിപ്റ്റോ എന്തിന്, അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മൾ ബന്ധം വെച്ചിട്ട് അതല്ലേ അതിന്റെ ഇത്. എനിക്ക് നുണ പറഞ്ഞ് ശീലമില്ല. അതെ സത്യമാണ്. കാരണം വിഷ്ണു പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞത്. അതെ 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 അതെ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ എന്റെ എക്സ്പ്രഷനുകൾ? അത് പടം ഇറങ്ങട്ടല്ലേ, മാർച്ച് 20-ാം തീയതി. അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ഡീൽ ചെയ്തോളാം പറഞ്ഞു. പുള്ളിയും ചോദിക്കുന്ന ആൾക്കാർ അധികകാലം ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നീ അധികകാലം പോകുന്നവരിക്കണ്ട. അല്ല അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷനില്ല, അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നുമല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണെന്നാണ് ഉണ്ണിലാലു അവകാശപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലുവിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിൽ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനൊക്കെ ഉള്ള ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരുപാട് വേദികൾ, ഏറ്റവും നല്ല പ്രോഗ്രാമുകളൊക്കെ കാണുമ്പോൾ സ്റ്റേജുകളിൽ ഒന്ന് കയറണമെന്ന് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഒരു വേദിയിൽ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് സിനിമയിലാണ് അങ്ങനെ ഒരു ആഗ്രഹം നിറവേറിയത്. ഈ സിനിമയിൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത്. ധ്യാനും വിഷ്ണു director turned actor Johnny Anthony sir is all here. So East Coast in the banner linnu East Coast Vijayan sir Shila, yes. എല്ലാവർക്കും നമസ്കാരം. വിജയേട്ടൻ്റെ ഈ സിനിമയിൽ ഞാനില്ല. സിനിമകൾ പല കാരണങ്ങൾ കൊണ്ടും സിനിമകൾ നഷ്ടപ്പെടാറുണ്ട്. നമുക്ക് ഏത് സിനിമ നഷ്ടപ്പെടുമ്പോഴും സങ്കടം തോന്നാറുണ്ട്. പക്ഷേ ഇതൊരു സ്പെഷ്യൽ സങ്കടമാണ്. കാരണം 2-3 ദിവസം റോളായിരുന്നെങ്കിൽ പോലും ഏതോ ഒരു പടമായിട്ട് ക്ലാഷായിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പകരം അഭിനയിച്ചത് ആരെന്ന് ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് ഇടിക്കാൻ തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തിലൂടെ അതങ്ങ് അവസാനിക്കട്ടെ. കാരണം വിജയൻ്റെ പടം ഇഷ്ടപ്പെടുവാനുള്ള പ്രശ്നം, കാരണം വിജയൻ്റെ 2 പടം അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പണ്ടുപോലെ കേൾക്കുന്നതാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയായിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ ചെന്നു. എനിക്ക് തോന്നുന്നു എന്നാ പറയണ്ട, ഇത്രയും ഒരു സ്നേഹവും സുരക്ഷിതത്വവും സഹിഷ്ണുതയും ഒരു മനുഷ്യൻ. നമുക്ക് ഭയങ്കര എന്നാ പറയുക, ഇപ്പം മാഷിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ എത്രയോ കാലം മുമ്പ് ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഗാനങ്ങൾ, ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഷോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട ആ മനുഷ്യൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടമായ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് നമ്മൾ അനുഭവിച്ചറിയും. എനിക്ക് വളരെയധികം വ്യക്തിപരമായിട്ട് നമ്മൾ സാധാരണ അഭിനയിക്കാത്ത പടത്തിൻ്റെ ഫംഗ്ഷനൊക്കെ പോകണം ഉടൻ വരെ എന്ന് പറയും. പക്ഷേ വിജയേട്ടൻ ഇനി വിളിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള ഏത് ഫംഗ്ഷൻ വിളിച്ചാലും നമ്മൾ വന്നു പോകും. കാരണം അതാണ് വിജയേട്ടൻ്റെ ഒരു ബോണ്ടിങ്, ഒരു എന്നാ പറയേണ്ട ഒരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും ഭീഷ്മർക്കിൻ്റെ എല്ലാവിധ ആശംസകളും ഒരു വലിയ വിജയമാവട്ടെ. എനിക്ക് തോന്നുന്നു ധ്യാനിൽ നിന്നും ചുറ്റുപാടുള്ളവരിൽ നിന്നും അറിഞ്ഞതനുസരിച്ചിട്ട് പടം വളരെ രസകരമായ നല്ല തമാശകളുള്ള നല്ല സിനിമയായിട്ടാണ്. പാട്ടും നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ്റെ ആ എക്സ്പ്രഷൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ധ്യാൻ അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഫ്രഷാണ്.
ദിലീപ് പോലും അന്തം വിട്ടുപോയി. ഈ ഇപ്പൊ പഠിച്ചതേ. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പാട്ടുകൾ വളരെ നല്ല ലൈറ്റ്സ് ആണെങ്കിലും ഡിജിറ്റൈസ് നല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഇഷ്ടം തോന്നും. വിജയൻ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഒരു വലിയ വിജയമാവട്ടെ. എനിക്കൊന്നു വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ ചെറുപ്പത്തിന്റെ രഹസ്യം സംവിധാനം ചെയ്യുന്നതാണ് തോന്നുന്നു. അത് എല്ലാ സിനിമാ പ്രവർത്തകർക്കും അങ്ങനെയാണ്. കാരണം കട്ടിലെ കിടക്കാണെങ്കിലും ഒരു പടം കിട്ടിയാൽ നമ്മൾ എനർജറ്റിക് ആവും. വിജയേട്ടന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണ് തോന്നുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് വിജയേട്ടൻ അടുത്ത സിനിമയിൽ സംവിധാനം ചെയ്യട്ടെ. ഇനി എന്ത് വന്നാലും ഞാൻ അടുത്ത സിനിമയിൽ ഉണ്ടാവും. എന്റെ റോൾ എടുക്കാവുന്ന ആരും വിചാരിക്കണ്ട. അപ്പൊ ഒരിക്കൽ കൂടി ഭീഷ്മർക്ക് വിജയേട്ടന് എല്ലാവിധ നന്മകളും നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സന്തോഷം. താങ്ക് യു ചേട്ടാ. പോകാൻ വരട്ടെ. റോള് തന്നില്ലെങ്കിലും നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അടുത്ത പാട്ടിൻ്റെത് ഞങ്ങൾ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യണം. പോസിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. 3, 2, 1 ഞങ്ങളുടെ അടുത്ത സോങ്. മൈക്ക് എല്ലാവർക്കും മൈക്ക് പ്ലീസ്. മൈക്ക് ധ്യാൻ ശ്രീനിവാസൻ മൈക്ക്. കോറസിന് മൈക്ക്. ലീഡ് സിംഗേഴ്സ് ഫ്രണ്ടിൽ നിൽക്കൂ. ലീഡ് സിംഗേഴ്സ് ഫ്രണ്ടിൽ. ഓക്കെ വിജയൻ സർ ലൈവായിട്ട് ഇവര് ചെയ്യാൻ പോവാണ്. രഞ്ജിന് കൂടി വേണം. രഞ്ജൻ കൂടി വേണമെന്ന് പറയുന്നു. ഞാനെന്റെ രഞ്ജിന്റെ മൈക്ക് മാത്രം ഓൺ ചെയ്യുന്നുള്ളൂ. സോ ബോയ്സ് റെഡി ആണോ? നിങ്ങൾ എനർജിയിൽ നിൽക്ക് ബോയ്സ്. കം ഓൺ നിങ്ങളൊന്ന് ഉഷാറായിട്ടൊന്ന് വിളിച്ചേ. ഭീഷ്മന്റെ റെഡി. നിങ്ങൾ കോറസ് ഇച്ചിരി അതിൽ ലീഡ് സിംഗേഴ്സ് മുന്നിൽ നിൽക്കണം. ഓക്കെ ലിറിക്സ് തരാനായിട്ട് സാറ് വിളിക്കുന്നു. തെറ്റിക്കരുത്. ശ്രമിക്കും മാക്സിമം. ശരിക്കും വിനീത് ശ്രീനിവാസൻ ഒരു പാഴയാവോ? ധ്യാൻ ശ്രീനിവാസൻ എന്ന ഈ ഗായകൻ അല്ല ഒരു പാരയാവോ? കാരണം നിങ്ങൾ സിംഗിങ്ങിലേക്ക് കൂടെ കാർഡെടുത്ത് വെക്കുന്നു. നിങ്ങൾ എന്തോ കൽപ്പിച്ചിട്ടാണ്, എന്തോ നിങ്ങൾ കരുതിയിട്ടുണ്ട്. എനിക്ക് കാണാം. ഇത് കഴിയുമ്പോ അറിയാം പാരയാവോ. ഓക്കെ വരുന്നുണ്ടേ കൂടെ നടന്നുണ്ടേ പുലിയത് മേലുള്ളവന് താല്പര്യമില്ല. അതാണ് കലികാലം ആൾമാറാട്ടക്കാലം. നമുക്ക് നമ്മെ പോലും അറിയാൻ വയ്യ കാലം. വേഷം കെട്ടി വരുന്നുണ്ടേ. ആളുപുലി വേഷം കെട്ടി കൂടെ നടക്കുണ്ടേ. ഞങ്ങളുടെ ആക്ടർ കൂടിയാണ് മണികണ്ഠൻ ആചാരി. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. യെസ്, ഞങ്ങളുടെ ആക്ടർ കൂടിയായ മണികണ്ഠനാണ്. യെസ്. ഒരുപാട് സന്തോഷം സാറിന്. താങ്ക് യു. പോകാൻ വരട്ടെ. ഞങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോങ് കൂടി സ്വിച്ച് ഓൺ ചെയ്യണം. ഈ ഒരു സോങ്ങിന് ഇത് റീൽ ആയിട്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് ഞങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മീഡിയയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ആ ഒരു പാട്ടിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണാൻ പോവാണ്. റെഡിയാണ്? 3, 2, 1 യെസ്. ഇനി മണികണ്ഠനെ ഞങ്ങൾ സീറ്റിലേക്ക് ക്ഷണിച്ചിട്ടാണ് ഈ ഒരു പാട്ട് ഞങ്ങൾ പ്ലേ ചെയ്യാൻ ഒരുങ്ങുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൾറെഡി വാലന്റൈൻസ് ഡേക്ക് റിലീസ് ചെയ്ത ഒരു ഗാനത്തിന്റെ പൂർണ്ണ രൂപം ഇവിടെ പ്ലേ ചെയ്യാൻ ഒരുങ്ങുന്നു. Ladies and gentlemen, over to the monitor.